പ്രിയമുള്ളവരെ, കർത്തൃമേശയിൽ പങ്കെടുക്കേണ്ടത് ആരാണ്? ഒന്നാമത് രക്ഷിക്കപ്പെട്ടവർ, രണ്ടാമത് വചനമനുസരിച്ച് സ്നാനം സ്വീകരിച്ച ആളുകൾ, മൂന്നാമതായി ദൈവത്തിന്റെ വചനം ധ്യാനിച്ച് ദൈവത്തിന്റെ വചനം കേൾക്കുവാനായി ദൈവത്തിന്റെ സഭയിലേക്ക് കടന്നുവരുന്നവർ, നാലാമത് കൂട്ടായ്മയിലും ഒന്നാമതായിട്ട് അപ്പോസ്തലന്മാർ ഉപദേശം കേട്ടും, അതായത് ദൈവത്തിന്റെ വചനം കേൾക്കുന്നത്, മൂന്നാമത് കൂട്ടായ്മ, സഭയായി, കുടുംബമായി, സമൂഹമായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് ദൈവത്തെ ആരാധിക്കുന്നവർ. അതിനുശേഷം എന്താണ് പറയുന്നത്? അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോന്നു. എന്താണ് കാണുവാൻ കഴിയുന്നത്? അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും അതുപോലെ പ്രാർത്ഥന കഴിച്ചും പോന്നു. അതായത് ഇടവിടാതെ, ഉപേക്ഷ വിചാരിക്കാതെ, അവർ മാറി നിൽക്കാതെ ഈ ശുശ്രൂഷകൾ ചെയ്തു പോന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ കാര്യം എന്താണ്? ചിന്തിക്കുക. കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ദൈവത്തെ ആരാധിക്കുന്നതായ വിഷയത്തിൽ സഭയായ, കുടുംബമായി കടന്നുവന്ന് ദൈവത്തെ ആരാധിക്കുന്നതായ വിഷയത്തിൽ നീ ക്രമമായി കടന്നുവരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഈ ആഴ്ചയിൽ കടന്നുവരുന്ന പലരെയും അടുത്ത ആഴ്ച ആരാധനയ്ക്ക് കാണാൻ കഴിയില്ല. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ആത്മീയരായിട്ട് മാറും? എങ്ങനെ യഥാർത്ഥ ക്രിസ്ത്യാനികളായിട്ട് മാറും? ചിന്തിക്കുക. ഈ ആഴ്ച സ്കൂളിൽ വന്നതായ സ്റ്റുഡൻറ്റ് അടുത്ത ആഴ്ചയൊന്നും വരാതിരിക്കുകയാണെങ്കിൽ നല്ല സ്റ്റുഡൻ്റ് ആകുമോ? ഈ ഒരാഴ്ച സ്കൂളിൽ വന്നതായ ഒരു കുട്ടി അടുത്ത ഒരു വീക്ക് സ്കൂളിൽ വരാതിരിക്കുകയാണെങ്കിൽ ആ കുട്ടി നല്ലൊരു സ്റ്റുഡൻ്റായി തീരുമോ? ഈ ആഴ്ച മുഴുവനും ജോലിക്ക് വന്നിട്ട് അടുത്ത ആഴ്ച മുഴുവനും അവധിയെടുക്കുകയാണെങ്കിൽ നല്ലൊരു ജോലിക്കാരനാകുമോ? ഈ ഒരാഴ്ച മരുന്ന് കഴിച്ചിട്ട് അടുത്ത ആഴ്ച മരുന്ന് കഴിക്കാതിരുന്നാൽ നിന്റെ ആരോഗ്യസ്ഥിതി മെച്ചമാകുമോ? ഒരു നിമിഷം ചിന്തിക്കുക. ആരോഗ്യസ്ഥിതി മെച്ചമാകാൻ ക്രമമായി മരുന്ന് കഴിക്കണം. സ്കൂളിൽ പഠിക്കുമ്പോൾ നല്ലതായിട്ട് പഠിക്കണമെങ്കിൽ മുടങ്ങാതെ കടന്നു വരണം. ജോലിയിൽ നിനക്ക് നന്മയുണ്ടാകുവാൻ മുടങ്ങാതെ നീ ജോലി ചെയ്യണം. ദൈവ പൈതലായിട്ട് ഈ ലോകത്തിൽ നിനക്ക് വളരണമെന്നുണ്ടെങ്കിൽ മുടങ്ങാതെ ദൈവത്തിന്റെ ആലയത്തിലേക്ക് നീ വരണം, ആരാധിക്കണം. ഉപേക്ഷയെ കാണുവാൻ പാടില്ല. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ ആരാധന മുടക്കുന്ന ഒരു കൂട്ടമുണ്ട്. അവർ ക്രമമായി ആരാധനയ്ക്ക് വരില്ല. അവർ മുടങ്ങാതെ സഭയിൽ വരില്ല. മുടങ്ങാതെ ആരാധനയിൽ പങ്കെടുക്കില്ല. എന്തുകൊണ്ടെന്നാൽ അവരുടെ ആത്മീയതയും അത്രയ്ക്ക് മാത്രമേയുള്ളൂ. അവർ നാമധേയ ക്രിസ്ത്യാനികളാണ്. പേരിനു വേണ്ടി ദൈവത്തെ ആരാധിക്കുന്ന, പേരിനു വേണ്ടി ആരാധനയ്ക്ക് കടന്നു വരുന്നതായ ആളുകളാണ്. അവർ യഥാർത്ഥമായ ക്രിസ്ത്യാനികൾ അല്ല. ചിലർ ചെയ്യുന്നത് പോലെ. നമുക്ക് വായിക്കാം. എബ്രായർക്കെഴുതിയ ലേഖനം 10-ാം അധ്യായം 24-ാമത്തെ വാക്യം. ചിലർ ചെയ്യുന്നത് പോലെ. നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കാതെ. പ്രിയമുള്ളവരെ, കേൾക്കുന്നുണ്ടോ? നമ്മെപ്പോലെയുള്ളതായ ആളുകളെക്കുറിച്ചാണ് പറയുന്നത്. ചിലർ ചെയ്യുന്നത് പോലെ നമ്മുടെ സഭായോഗങ്ങളെ ഉപേക്ഷിക്കരുത്. ഇതാണ് ദൈവത്തിന്റെ കൽപ്പന. ഇത് കർത്താവിന്റെ കൽപ്പനയാണ്. സഭയായി കൂടി വരുന്നത് ഉപേക്ഷയായി കാണുവാൻ പാടില്ല. നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കേണ്ടതായിരിക്കുന്നു. എന്നാൽ ഇന്ന് നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഒരാഴ്ച കടന്നു വരുമെന്നാൽ അടുത്തയാഴ്ച ആരാധനയ്ക്ക് വരില്ല. കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ മാത്രമായിട്ട് കടന്നു വരുന്നു, അടുത്തയാഴ്ച കടന്നു വരില്ല. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് അർഹതയുണ്ടാകുമോ? ഒരാഴ്ച ക്ലാസ്സിൽ വരും, അടുത്ത ആഴ്ച വരില്ല. കേൾക്കൂ. ഞാൻ സ്കൂളിൽ പഠിക്കുന്നതായ കാലഘട്ടത്തിൽ സ്പോർട്സ് വളരെ ഇഷ്ടമായിരുന്നു. ഒരുപാട് ഗെയിംസിൽ പങ്കെടുക്കുമായിരുന്നു. എൻ്റെ ഡ്രിൽ മാസ്റ്റർ എന്നെ ഒരുപാട് ഇഷ്ടമായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ നന്നായി കളിക്കുകയും ഒരുപാട് സമ്മാനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്യുമായിരുന്നു. സ്കൂളിന് വേണ്ടി ഒരുപാട് കപ്പുകൾ ഞാൻ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നെ ഒരുപാട് ഇഷ്ടമാണ്. എന്നാൽ ഞാൻ ക്ലാസ്സിൽ വരില്ലായിരുന്നു. അവസാനം നോക്കുമ്പോൾ അറ്റൻഡൻസ് 100-ൽ 64% മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അതായത് 100 ദിവസം നോക്കുമ്പോൾ 3 മാസത്തിൽ 1 മാസം ഞാൻ സ്കൂളിൽ പോകുകയില്ലായിരുന്നു. ഇപ്പോൾ അവരെന്നെ പരീക്ഷ എഴുതാനായിട്ട് സമ്മതിക്കുമോ? സമ്മതിക്കുകയില്ല. പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ 75% നിശ്ചയമായിട്ടും അറ്റൻഡൻസ് വേണം. എന്നാൽ എനിക്ക് അറ്റൻഡൻസ് ഇല്ല. അതുകൊണ്ട് എക്സാം എഴുതുവാനായിട്ട് എൻ്റെ ഹെഡ് മാസ്റ്റർ സമ്മതിക്കുന്നേയില്ല. ഞാൻ യോഗ്യനല്ല. പരീക്ഷ എഴുതണമെങ്കിൽ ഇത്ര ശതമാനം അറ്റൻഡൻസ് നിർബന്ധമാണ്. അവൻ തോന്നിയതുപോലെ സ്കൂളിൽ വരികയും അവൻ ഗെയിംസിനൊക്കെ പോകുകയും ഇപ്പോൾ പരീക്ഷ സമയത്ത് വേഗത്തിൽ കടന്നു വന്നിട്ട് എക്സാം എഴുതണം എന്ന് പറയുകയാണ് ചെയ്യുന്നത്. ഇത് നടക്കുകയില്ല എന്ന് പറഞ്ഞ് തടയാൻ നോക്കി. അതിനുശേഷം പാവൻ ഡ്രിൽ മാഷ് എന്നിട്ട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തു. അതൊക്കെ ഒരു വലിയ കഥ തന്നെയാണ്. പിന്നീട് ദൈവകൃപയാൽ എക്സാം എഴുതുകയും അതുപോലെ പാസ്സാവുകയും ചെയ്യുവാനിടയായി. പ്രിയ സഹോദര സഹോദരി, കേൾക്കുന്നുണ്ടോ? സഭയായി കൂടി വരുന്നത് ഉപേക്ഷ കാണിക്കാൻ പാടില്ല. അത് കൽപ്പന ലംഘനമാണ്.
ദൈവം എനിക്കും നിങ്ങൾക്കുമെല്ലാം ഒരു കൽപ്പന തന്നിട്ടുണ്ട്. അതുകൊണ്ട് സഭയായി കൂടി വരിക എന്നത് നമ്മൾ ഉപേക്ഷയായി കാണരുത്. 2 ആഴ്ചകൾക്ക് മുമ്പ് 72 വയസ്സുള്ള ഒരു പ്രായമുള്ള മനുഷ്യൻ ഒരു ശ്രേഷ്ഠമായ സാക്ഷ്യം പറഞ്ഞു, ഓർക്കുന്നുണ്ടോ? കഴിഞ്ഞ 9 വർഷമായിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാനും എൻ്റെ ഭാര്യയും. 72 വയസ്സ് പറയുമ്പോൾ അർത്ഥമെന്താണ്? വാർദ്ധക്യമാണല്ലോ. അതെ, കഴിഞ്ഞ 9 വർഷമായിട്ട് 52 കിലോമീറ്റർ ദൂരത്ത് നിന്നും ഒരു ആഴ്ചയിലെ ആരാധന പോലും മുടക്കാതെ കാൽവറി ടെമ്പിളിൽ വന്നിട്ട് ദൈവത്തെ ആരാധിക്കുന്നു. 52 കിലോമീറ്റർ ദൂരത്ത് നിന്നാണ്. എന്തു പറയുന്നു? എന്നാൽ നിങ്ങളുടെ കാര്യം എന്താണ്? 5 കിലോമീറ്റർ, 6 കിലോമീറ്റർ, 2 കിലോമീറ്റർ തൊട്ടടുത്തതാണ്. എങ്കിലും നിങ്ങൾ കടന്നു വരില്ല. തൊട്ടടുത്താണ് സഭയെങ്കിലും നീ ആ സമയത്ത് ആരാധനയ്ക്ക് കടന്നു പോവുകയില്ല. ആഴ്ചയിൽ ഒരു പ്രാവശ്യം ആരാധനയ്ക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. അങ്ങനെയുള്ളപ്പോൾ എങ്ങനെയാണ് ക്രിസ്ത്യാനികളാകുന്നത്? സഭയെ ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നു, സഭയായി കൂടി വരുന്നത് ഉപേക്ഷയെ കാണരുത്. ആരാധന മുടക്കുവാൻ പാടില്ല. ക്രമമായ ആരാധനയ്ക്ക് വരണം. അതാണ് ദൈവം പറയുന്നത്. എന്താണ്? ആഴത്തിൽ കടന്നുപോയെങ്കിൽ മാത്രമേ ആരാധിക്കാൻ കഴിയുകയുള്ളോ? അല്ലെങ്കിൽ ഞാൻ സ്വർഗത്തിലേക്ക് പോവുകയില്ലയോ? അങ്ങനെ തർക്കിക്കുന്നതായ ആളുകളും ഇല്ലാതില്ല. അങ്ങനെ തർക്കിക്കുന്ന ആ പയ്യൻ്റെ അരികിലേക്ക് പാസ്റ്റർ പറഞ്ഞു, നോക്കൂ, എൻ്റെ വീട്ടിൽ നിന്ന് ആഹാരത്തിന് വരാമോ? വരാം പാസ്റ്ററെ എന്ന് പറഞ്ഞു. അങ്ങനെ ആഹാരം കഴിച്ചു. അതിനുശേഷം വീടിൻ്റെ വെളിയിലായിട്ട് ആ തണുപ്പ് കാലമാകൊണ്ട് വിറകുകളൊക്കെ കൂട്ടിയിട്ട് തീ കായാം വരൂ എന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തോടുകൂടി അവനും വന്ന് ഇരിക്കുവാനിടയായി. അങ്ങനെ അവൻ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ മുടങ്ങാതെ ആരാധനയ്ക്ക് വരാതെ ഉഴപ്പ് കാണിക്കുന്ന ഈ സഹോദരനോട് അപ്പോൾ പാസ്റ്റർ സംസാരിക്കാൻ ആരംഭിച്ചു. അപ്പോൾ പാസ്റ്റർ എന്തു ചെയ്തുവെന്ന് അറിയാമോ? അതിൽ നിന്നും ഒരു തീക്കൊള്ളിയെടുത്ത് മാറ്റിവെക്കുവാൻ ഇടയായി. കത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൊള്ളിയെടുത്ത് മാറ്റിവെച്ചതായ സമയത്ത് ഒരുമിച്ചിരുന്ന് കത്തിക്കൊണ്ടിരുന്നതായ വിറക് കൊള്ളികളിൽ ഒന്ന് മാത്രം എടുത്ത് വേർപെടുത്തി വെച്ചതായ സമയത്ത് തീ കെട്ടുപോകാനിടയായി. അതിനുശേഷം ഉണ്ടായിരുന്ന തീക്കനലും അണയുവാനിടയായി. അവസാനം പുക മാത്രം അവശേഷിച്ചു. കാരണം എന്താണ് പറയൂ? ബാക്കിയുള്ള കൊള്ളികളൊക്കെ നന്നായിട്ട് കത്തുന്നുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് കത്തുവാൻ കഴിയില്ലേ, ഒറ്റയ്ക്ക് ജ്വലിക്കുവാൻ കഴിയില്ലേ എന്ന് പറഞ്ഞതായ ആ വിറക് കൊള്ളിക്ക് എന്താണ് സംഭവിച്ചത്? കെട്ടുപോയി. സഭയെ കേൾക്കുന്നുണ്ടോ? നമ്മൾ ആളുകൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിക്കുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത്, സഭയായി കടന്നു വന്ന ആരാധനയിൽ പങ്കുചേരുന്നത്, അതാണ് ദൈവത്തെ പ്രസാദിപ്പിക്കുന്നത്. കേൾക്കുക, അപ്പൻ്റെ ജന്മദിവസം അദ്ദേഹത്തിൻ്റെ മക്കളാണെന്നിരിക്കട്ടെ, നമ്മൾ അദ്ദേഹത്തിൻ്റെ മക്കളാണെന്നിരിക്കട്ടെ. 4 പേർ മക്കളാണെങ്കിൽ 4 പേർ ചെല്ലുമ്പോഴാണ് സന്തോഷിക്കുന്നത്, അതോ 3 പേർ ചെല്ലുമ്പോഴാണ് അപ്പൻ സന്തോഷിക്കുന്നത്? 4 മക്കളും വരുമ്പോൾ, 4 കുടുംബങ്ങൾ വരുമ്പോൾ, കൊച്ചുമക്കൾ എല്ലാവരുമായി വരുമ്പോഴാണ് അപ്പൻ കൂടുതൽ സന്തോഷിക്കുന്നത്. ഒരു കുടുംബം വരാതിരിക്കുകയാണെങ്കിൽ മനസ്സെല്ലാം അവരെക്കുറിച്ച് ഓർക്കും. എടാ, മൂത്തവനെവിടെ, അല്ലെങ്കിൽ ഇളയവൻ എന്താണ് വരാതിരുന്നത്? വരാമെന്ന് പറഞ്ഞിട്ടാടി, എന്നാൽ അവസാന നിമിഷമാണെന്തോ പണി വന്നിട്ട് വരാതിരിക്കുന്നു. അവൻ വന്നാൽ മതിയായിരുന്നു, എന്താണ് വരാതിരുന്നത്? അല്ലെങ്കിൽ ഇങ്ങനെ വിചാരിക്കും. ആരാണോ വരാതിരുന്നത് അവരെക്കുറിച്ച് ഓർക്കും. നാം എല്ലാവരും ആരാണ് പറയുക? ദൈവത്തിൻ്റെ മക്കളാണ്. നിങ്ങളിൽ ഒരാളെങ്കിലും ആരാധനയ്ക്ക് വരാതിരിക്കുകയാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ മനസ്സ് മുഴുവനും നിന്നെക്കുറിച്ച് തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കും, നിന്നെ ഓർത്ത് വേദനിക്കും. ഈ സത്യത്തെ മറന്നുപോകരുത്. അതേ സമയത്ത് നാം എല്ലാവരും സഭയായിട്ട് കൂടി വന്ന് ദൈവത്തെ ആരാധിക്കുന്നു, പാടി സ്തുതിക്കുന്നു, വചനം കേൾക്കുന്നു. പ്രിയമുള്ളവരെ, കേൾക്കുക, ഞാനും നിങ്ങളും അറിയാതെ തന്നെ ദൈവത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തെ സ്വാധീനിക്കുവാനിടയാകും. ഒരു സഹോദരൻ പറഞ്ഞ സാക്ഷ്യമാണ്. അദ്ദേഹം ഒരു അന്യവിശ്വാസത്തിൽ നിന്നും കടന്നു വന്ന വ്യക്തിയാണ്. അദ്ദേഹം ഹൈദരാബാദും അതുപോലെ മറ്റ് സ്ഥലങ്ങളിലുമൊക്കെ പോയി വരുന്ന വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞ സാക്ഷ്യം ഇതാണ്: ഞാൻ ക്രിസ്ത്യാനിയല്ല, എന്നാൽ ഞാൻ ഹൈദരാബാദിൽ എപ്പോൾ ചെന്നാലും ഉറപ്പായിട്ടും കാൽവറി ടെമ്പിളിൽ പോകും, ആ ആലയത്തിലേക്ക് പോകും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് അത്രയ്ക്കധികം ആളുകൾ കടന്നു വന്ന് ഒരുമിച്ചിരിക്കുന്നതായിട്ടുള്ളതായ ആ സ്ഥലം നമ്മുടെ കാൽവറി ടെമ്പിളിൽ മാത്രമേ നമുക്ക് കാണുവാൻ കഴിയുകയുള്ളൂ. അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത്രയ്ക്കധികം ആളുകൾ, ഇത്രയ്ക്കൊരു ജനസമൂഹം ഒരു സ്ഥലത്തിരുന്നു കൊണ്ട് ആ ദൈവത്തിൻ്റെ നാമത്തെ ധ്യാനിച്ചുകൊണ്ട്, ദൈവത്തിൻ്റെ വചനത്തെ ധ്യാനിച്ചുകൊണ്ട്, ആ ദൈവത്തിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ മഹാശക്തിയുണ്ട്. ഞാൻ കാൽവറി ടെമ്പിളിലേക്ക് ചെല്ലുമ്പോൾ അനേകം ആളുകൾ ചേർന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ ശക്തി എനിക്കും അനുഭവിക്കുവാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് എപ്പോൾ ഞാൻ ഹൈദരാബാദിൽ ചെന്നാലും നിശ്ചയമായിട്ടും കാൽവറി ടെമ്പിളിലേക്ക് പോകും. എന്തുകൊണ്ടെന്നാൽ എവിടെയാണോ ദൈവമക്കളെല്ലാവരും ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തെ സ്മരിക്കുന്നത്, അവനെ ആരാധിക്കുന്നത്, അവിടെ ദൈവത്തിൻ്റെ മഹാശക്തി ഉണ്ടായിരിക്കും. ഈ സാക്ഷ്യം പറഞ്ഞത് ആരാണെന്നറിയാമോ? ഒരു ക്രിസ്ത്യാനി അല്ല കേട്ടോ. പ്രിയമുള്ളവരെ,
നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? നാം എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ മഹത്വത്തെ കാണുവാൻ കഴിയുന്നുണ്ടോ? നാം എല്ലാവരും ചേർന്ന് ഉല്ലാസത്തോടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം എത്രയ്ക്ക് സന്തോഷിക്കുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഒരു നിമിഷം ആലോചിക്കൂ. കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവരെ ചിന്തിക്കുക. രക്ഷിക്കപ്പെട്ടവരാണോ? സ്നാനപ്പെട്ടവരാണോ? വചനം ധ്യാനിക്കുന്നുണ്ടോ? വചനം കേൾക്കുവാനായിട്ട് ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നുണ്ടോ? മുടങ്ങാതെ ദൈവത്തിന്റെ ആലയത്തിൽ സമൂഹമായിട്ട്, കുടുംബമായിട്ട് കടന്നുവന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ടോ? 5. അവർ അപ്പം നുറുക്കിയും. എന്തുകൊണ്ടാണ് നമ്മൾ അപ്പം നുറുക്കണം എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നത്? എന്നെ ഓർക്കേണ്ടതിന് വേണ്ടി. എന്തുകൊണ്ടാണ്? നമ്മൾ ദൈവത്തെ ഓർക്കേണ്ടതിന് വേണ്ടിയാണ്. അവന്റെ യാഗത്തെ ഓർക്കേണ്ടതിന് വേണ്ടിയാണ്. പാപപ്രവൃത്തികൾ ചെയ്തുകൊണ്ട് പാപം നിറഞ്ഞ ജീവിതം നയിച്ചു വന്നതായ നമ്മെ ആ ദൈവം വിടുവിച്ചു. നമുക്ക് വിടുതൽ തന്നു. നമ്മെ വിമോചിച്ച് അവന്റെ മക്കളായി നമ്മെ മാറ്റിയെടുത്തു. നന്ദിയോടുകൂടി കർത്തൃമേശയിൽ പങ്കെടുക്കുന്നവരായ നമ്മൾ ക്രിസ്തുവിന്റെ യാഗത്തെ ഓർത്തുകൊണ്ട് നന്ദി കരയറ്റുകയാണ് ചെയ്യുന്നത്. നൂറുകണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ രാജ്യങ്ങളിലും അടിമകളെ വിൽക്കുന്നതായ സമ്പ്രദായമുണ്ടായിരുന്നു. നമ്മുടെ ഗ്രാമങ്ങളിലും അടിമകൾ ഉണ്ടായിരുന്നതായ കാര്യം നമുക്ക് അറിയാവുന്നതാണ്. ഒരു വർഷം 2 ചാക്ക് അരി, 2 ചാക്ക് ഗോതമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് അടിമകളെ വാങ്ങിക്കുമായിരുന്നു. ആ ഒരു വർഷം മുഴുവനും ആ വീട്ടിൽ തന്നെ അടിമവേല ചെയ്ത് കഴിഞ്ഞുകൊള്ളണം. പറയുന്ന പണികളെല്ലാം തന്നെ ചെയ്യണം. ഒരു വർഷമാകുമ്പോൾ 2 ചാക്ക് അരിയോ ധാന്യമോ ഒക്കെ കൊടുക്കും. ഈ സമ്പ്രദായത്തെക്കുറിച്ച് നിങ്ങൾക്കറിയാവുന്നവർ തരുവുണ്ട്, പറയാമോ? ശരി, നമുക്കും അറിയാവുന്നതായ കാര്യമാണ്. ഇങ്ങനെ അടിമകളെ വാങ്ങിക്കുന്ന സമയം അവരെക്കൊണ്ട് കഠിനമായി വേല ചെയ്യിപ്പിക്കും. ആഹാരമുണ്ടെങ്കിൽ കൊടുക്കും, അല്ലെങ്കിൽ അവർക്ക് പട്ടിണി കിടക്കേണ്ടതായിട്ടും വരും. അങ്ങനെ അടിമ ജീവിതം നയിച്ചതായ ഒരു വ്യക്തിയെ വീണ്ടും മാർക്കറ്റിലേക്ക് വിൽക്കുവാനായിട്ട് കൊണ്ടുവന്നു. അദ്ദേഹത്തെ വിൽക്കുവാൻ വെച്ചപ്പോൾ അദ്ദേഹം ഒരുപാട് ഭയപ്പെടുകയാണ്. ഇപ്പോൾ വരെ എന്നെ അടിമയായി കണ്ടതായ ഒരു മനുഷ്യൻ എന്നെക്കൊണ്ട് കഠിനമായ വേല ചെയ്യിച്ചു, ഉപദ്രവിച്ചു. ആഹാരം പോലും കഴിക്കാതെ എല്ലും തോലുമായിരിക്കുന്നു. ഇനി എന്നെ വാങ്ങുന്നവൻ ആരായിരിക്കും? എന്റെ അവസ്ഥ എന്തായിത്തീരും? ഇങ്ങനെ ഭയന്ന് വിറച്ചു നിൽക്കുകയാണ്. അപ്പോൾ ഏതോ ഒരു വ്യക്തി കടന്നു വന്നു, വിലപേശി ആ വില കൊടുത്തിട്ട് ആ അടിമയെ വാങ്ങിച്ചു. ഇപ്പോൾ അടിമ വിചാരിക്കുകയാണ്, ഇയാൾ എന്നെ കൊണ്ടുപോയിട്ട് എന്തെല്ലാം ജോലികൾ ചെയ്യിക്കുമോ? ഈ അടിമപ്പണി ചെയ്തുകൊണ്ട് ഞാൻ മരിച്ചു പോകുകയുള്ളൂ. ഇങ്ങനെ ഭയപ്പെടുന്നതായ സമയത്ത് ആ വാങ്ങിയ വ്യക്തി പറയുകയാണ്, നോക്കൂ, ഞാൻ നിന്നെ വാങ്ങിയത് കഠിനവേല ചെയ്യിപ്പിക്കാനല്ല, അടിമയായി നോക്കുവാനല്ല. ഇന്നുവരെ നീ അടിമയായിട്ട് ജീവിച്ചു. എന്നാൽ നിനക്ക് നല്ലൊരു ഭാവി നൽകുന്നതിന് വേണ്ടിയാണ് ഞാൻ നിന്നെ വാങ്ങിയത്. നീ സന്തോഷത്തോടെ സമാധാനത്തോടെ പോയി ജീവിച്ചു കൊള്ളുക. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂടെ വരേണ്ടതായ കാര്യമില്ലേ? ആവശ്യമില്ല. നിങ്ങളുടെ വീട്ടിൽ വന്ന് ജോലി ചെയ്യേണ്ട കാര്യമില്ലേ? അതിൻ്റെ ആവശ്യമില്ല. നീ സന്തോഷത്തോടെ ഇരുന്നാൽ മതി. അവൻ ഒരുപാട് സന്തോഷിക്കുവാനിടയായി, ഉല്ലസിക്കാനിടയായി. സന്തോഷത്തോടെ കടന്നുപോയിട്ട് പെട്ടെന്ന് അവൻ അവിടെ നിന്നു. ഒരുപക്ഷേ വില കൊടുത്ത് വാങ്ങിയവൻ തൻ്റെ വീട്ടിലേക്ക് വിളിച്ചാൽ പോകേണ്ടതല്ലേ? വീട്ടിൽ ചെന്ന് പണി ചെയ്യാൻ പറയാഞ്ഞാൽ പണി ചെയ്യേണ്ടതല്ലേ? കഠിനവേല ചെയ്യിപ്പിക്കുകയാണെങ്കിൽ അനുസരിക്കേണ്ടതല്ലേ? അങ്ങനെ കഠിനവേല ചെയ്യേണ്ടതില്ല, പണി ചെയ്യേണ്ടതായ ആവശ്യമില്ല. നീ സന്തോഷത്തോടെ ജീവിച്ചാൽ മതിയെന്ന് പറഞ്ഞ് വിടുവിച്ചതായ വ്യക്തിയുടെ, ആ മഹാവ്യക്തിയുടെ അരികിൽ തന്നെ ആ വ്യക്തിയെ സേവിച്ചുകൊണ്ട് ജീവിച്ചാൽ അതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് എന്താണുള്ളത് എന്ന് പറഞ്ഞ് അവൻ വേഗത്തിൽ തിരികെ വന്നു. യജമാനനേ, എന്നെ വിടുവിച്ചതായ അങ്ങയുടെ ഭവനത്തിൽ ദാസനായി ജീവിക്കുവാനുള്ള ഭാഗ്യം എനിക്ക് തരയണമേ. ജീവിതകാലം മുഴുവനും ഞാൻ സന്തോഷത്തോടെ കഴിഞ്ഞുകൊള്ളാം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്ത് പറഞ്ഞെന്നറിയാമോ? യഥാർത്ഥത്തിൽ എൻ്റെ വീട്ടിൽ ദാസനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നീ ദാസനായി ജീവിക്കേണ്ട കാര്യമില്ല. നീ എൻ്റെ അവകാശിയായിട്ട് തന്നെ വീട്ടിലേക്ക് വരാൻ കഴിയും. നീ വരൂ എന്ന് പറഞ്ഞവനെ വിളിച്ചു. കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ജീവനെ തന്നത് നമ്മൾ ദാസനായിരിക്കേണ്ടതിനല്ല, നമ്മൾ അടിമകളായി ജീവിക്കേണ്ടതിന് വേണ്ടിയല്ല, അവൻ്റെ അവകാശികളായിട്ട് ജീവിക്കുവാനാണ് കർത്താവ് എനിക്കും നിനക്കും വേണ്ടി ജീവനെ തന്നത്. സഭയെ, നാം എങ്ങനെയുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. പാപത്താലും അതിക്രമത്താലും മരിച്ചുപോയവരായിരുന്ന നമ്മൾ ഈ ദിവസം ദൈവത്തിൻ്റെ മക്കളായി ജീവിക്കുവാനുള്ള ഭാഗ്യം ദൈവം തന്നിരിക്കുമ്പോൾ നാം എങ്ങനെയുള്ളവരായിരിക്കണം? നന്ദിയുള്ളവരായിരിക്കണം. ആ നന്ദി നമ്മൾ എങ്ങനെയാണ് കാണിക്കേണ്ടത്? 45-ാമത്തെ വചനം, സകലവും പൊതുവക എന്ന് എണ്ണുകയും ജന്മഭൂമികളും വസ്തുക്കളും വിറ്റ് അവനവന് ആവശ്യമുള്ളതുപോലെ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാനിടയായി. എന്തുകൊണ്ടാണ്? ഇപ്പോൾ നാം എല്ലാവരും ദൈവമക്കളാണ്. നമുക്കൊരേ ഒരു പിതാവാണ്, ഒരപ്പൻ്റെ മക്കളാണ് നമ്മൾ. ഓരോരുത്തരുടെ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട് അവർ പങ്കിട്ടെടുക്കുമായിരുന്നു. നന്ദിയുള്ളവരായിട്ട് പങ്കിടുമായിരുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ്, നമ്മൾ ഒരപ്പൻ്റെ മക്കളാണ് എന്നൊരു ഭാവം നിങ്ങൾക്കുണ്ടെങ്കിൽ സഭയുടെ നന്മയ്ക്കു വേണ്ടി,
അതായത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടി, സഭയുടെ സമൃദ്ധിക്ക് വേണ്ടി, അതായത് നമ്മുടെ കാൽവരി ടെമ്പിളിൻ്റെ സഭയുടെ സമൃദ്ധിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് ഉള്ളത് പങ്കുവയ്ക്കുവാനായി ശ്രമിക്കും. പങ്കുവയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഒരു വാട്ടർ ബോട്ടിൽ കൊടുത്തതിന് പകരമായിട്ട് എന്ത് പ്രതിഫലമാണ് കിട്ടിയത്? നമുക്കൊരു നല്ല ഷോർട്ട് ഫിലിം കാണാം. എത്രയാണ് ഇതിൻ്റെ വില? 20 രൂപയാണ്. മോനെ, ഗൂഗിൾ പേ ഉണ്ടോ? കട തുടങ്ങിയിട്ട് 3 ദിവസമേ ഉള്ളൂ. അതൊന്നുമില്ല. എന്ത് ചെയ്യാം? പണമില്ലല്ലോ. സാരമില്ല, 20 രൂപയല്ലേ ഉള്ളൂ. കുറച്ച് താമസിച്ചിരുന്നുവെങ്കിൽ എൻ്റെ ജീവൻ പോകുമായിരുന്നു. സമയത്തിന് വെള്ളം തന്നിട്ട് എൻ്റെ ജീവനെ രക്ഷിച്ചുവല്ലോ. പേഷ്യൻ്റെ കണ്ടീഷൻ വളരെ സീരിയസ് ആണ്. ഉടനെ തന്നെ ഓപ്പറേഷൻ ചെയ്യണം. സിസ്റ്റർ, ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് രോഗിയെ കൊണ്ടുപോകൂ. ആ ഓപ്പറേഷൻ സക്സസ്, പേടിക്കണ്ട കേട്ടോ. ബില്ലടച്ചിട്ട് ഭാര്യയെ പോയി കാണാം. ഓക്കെ? എത്രയാണ് അടയ്ക്കേണ്ടത്? 9,60,000 രൂപ. എന്ത്? 9,60,000 രൂപയോ? അയ്യോ എൻ്റെ സിസ്റ്റർ, ഞാൻ ഈ പണം എവിടെ നിന്നുണ്ടാക്കിക്കൊണ്ടുവരും? ആവശ്യമില്ല കേട്ടോ. ഈ പണം നിങ്ങൾ അടയ്ക്കേണ്ടതായ ആവശ്യമില്ല. ഈ പണം ഞങ്ങൾ അടച്ചുകൊള്ളാം. സാറേ, അങ്ങ് അടയ്ക്കുമെന്നാണോ? ഓർക്കുന്നില്ലേ 5 വർഷങ്ങൾക്ക് മുമ്പ് ആ ദിവസം ജീവൻ പോകാവുന്ന സന്ദർഭത്തിൽ നിങ്ങളെനിക്ക് വെള്ളം തന്ന് എൻ്റെ ജീവനെ രക്ഷിച്ചു. ആ കടം വീട്ടുവാനുള്ളതായ അവസരം ദൈവം എനിക്കിങ്ങനെ തന്നു. ഞാനും ഈ ആശുപത്രിയുടെ ഒരു പാർട്ട്ണറാണ്. പോയിട്ട് നിങ്ങളുടെ ഭാര്യയെ കണ്ടുകൊള്ളുക. ഒരു മനുഷ്യന് ഒരു കുപ്പി വെള്ളം കൊടുത്തപ്പോൾ തന്നെ ആ വ്യക്തി ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് ചെയ്യിപ്പിച്ചുവെങ്കിൽ സ്വർഗസ്ഥനായ ദൈവത്തിന് അവൻ്റെ നാമത്തിൽ കൊടുക്കുവാനുള്ളത് കൊടുക്കുകയാണെങ്കിൽ, ദൈവവേലയ്ക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ദൈവം എത്രത്തോളം അനുഗ്രഹിക്കുമെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുമോ? ഒരു ഗ്ലാസ് ദാഹജലം കൊടുത്താലും അതിനുള്ള പ്രതിഫലം നിങ്ങൾക്കുണ്ടാകുമെന്നാണ് പറയുന്നത്. അന്നുള്ള ആദിമസഭയിലെ ആളുകൾ അവർക്കുണ്ടായിരുന്ന സകലതും വിറ്റിട്ട് പങ്കുവയ്ക്കുവാനിടയായി.
ഇന്ന് നമുക്ക് ഉള്ളതെല്ലാം വിറ്റിട്ട് പങ്കുവയ്ക്കുവാൻ കഴിഞ്ഞില്ല എങ്കിലും കുറഞ്ഞത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതിൽ നിന്നും നമ്മൾ കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ വിശ്വസ്തയോടെ ദൈവനാമത്തിനായിട്ട് കൊടുത്താൽ ദൈവം നിശ്ചയമായിട്ടും സമൃദ്ധിയായി നമ്മെ അനുഗ്രഹിക്കും. ഇതിനു മുമ്പ് നമ്മളൊരു സാക്ഷ്യം കേട്ടതോർക്കുന്നുണ്ടോ? അയാൾ മാനസാന്തരപ്പെട്ടതിന് ശേഷം കൊടുക്കേണ്ടതായ ദശാംശം എത്രയായിരുന്നു? 5000 ആയിരുന്നു. ഇപ്പോൾ ദൈവം അവന് കൊടുക്കുന്നതായ ശമ്പളം എത്രയാണ്? 2,00,000 രൂപയാണ്. ദൈവത്തിന് ദശാംശം എത്രയാണ് കൊടുക്കുന്നത്? 20,000 രൂപയാണ്. അതുകൂടാതെ എല്ലാ ആഴ്ചയിലും സുവിശേഷത്തെ ദാനം ചെയ്യുന്നു. അവൻ പറഞ്ഞ സാക്ഷ്യം എന്താണ്? തൻ്റെ ഇഷ്ടപ്രകാരം ജീവിച്ച് നടന്നതായ സമയത്ത് ബാങ്കുകളിലൊക്കെ ചെന്ന് നോക്കുമ്പോൾ ബാലൻസ് 0 ആയിരുന്നു. 0 ലെവലിലേക്ക് വരുവാനിടയായി. അങ്ങനെ ഉണ്ടായിരുന്ന വ്യക്തി കർത്താവിൻ്റെ പാദത്തെങ്കിൽ വീണപ്പോൾ 5000 രൂപ ശമ്പളം കിട്ടിയപ്പോൾ 500 രൂപ ദശാംശം കൊടുക്കുമായിരുന്നു. വിശ്വസ്തയോടെ ദൈവനാമത്തിന് വേണ്ടി കൊടുക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞതായ സാക്ഷ്യം എന്താണെന്നറിയാമോ? ഇന്നെന്നെ ദൈവം എല്ലാ രീതിയിലും അനുഗ്രഹിച്ചു. എല്ലാ മാസങ്ങളിലും 2,00,000 രൂപയോളം എനിക്ക് ശമ്പളം ലഭിക്കുന്നുണ്ട്. മാത്രമല്ല ആഴ്ചയിൽ ഒരു പ്രോഗ്രാം വെച്ച് സ്പോൺസർ ചെയ്യാൻ എനിക്ക് ദൈവം സഹായം ചെയ്തു. നിങ്ങൾക്കറിയാമോ, ഏകദേശം 50,000 രൂപയോളം എല്ലാ മാസവും സുവിശേഷത്തിന് വേണ്ടി ചെലവഴിക്കുന്നു. ഒരു കാലത്ത് 500 രൂപ കൊടുക്കുവാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്ന മനുഷ്യൻ കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ലഭിക്കും. അതേ സമയത്ത് കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ മറച്ചു വയ്ക്കുകയാണെങ്കിൽ അതെത്ര നഷ്ടമാണെന്നും ഒരിക്കൽ കൂടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. അപ്പോസ്തല പ്രവൃത്തികൾ 5-ാം അധ്യായം. അവിടെ നടന്ന ഈ കാര്യം ഇതാണ്. അനന്യാസും സഫീരയും 2 ആത്മീയരായ ആളുകളുണ്ടായിരുന്നു. അക്കാലത്ത് എല്ലാവരും അവർക്കുള്ള വസ്തുവൊക്കെ വിറ്റിട്ട് പങ്കുവയ്ക്കുകയാണല്ലോ. നമുക്കുണ്ടായിരിക്കുന്ന വസ്തു വിറ്റിട്ട് കിട്ടുന്നത് ദൈവനാമത്തിന് വേണ്ടി കൊടുക്കാമെന്ന് തീരുമാനമെടുത്തു. അങ്ങനെ വസ്തു വിൽക്കുകയും ചെയ്തു. വിറ്റ സമയത്ത് അവർ ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ വിലയ്ക്ക് വിറ്റുപോയിരുന്നിരിക്കാം. അപ്പോഴവരുടെ ആലോചന മാറി. ആഗ്രഹമുണ്ടായി. എന്തു ചെയ്തെന്നറിയാമോ? മുഴുവനും കൊണ്ട് കൊടുക്കേണ്ടതിന് പകരമായിട്ട് പകുതി മാറ്റിവെച്ചു. നമുക്ക് വായിക്കാം. 5-ാം അധ്യായം 3-ാം വാക്യം. അപ്പോൾ പത്രോസ്, അനന്യാസേ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തുവയ്ക്കുവാനും സാത്താൻ നിന്റെ ഹൃദയം കൈവശം ആക്കിയത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലയോ? വിറ്റ ശേഷവും നിന്റെ കൈവശം അല്ലാഞ്ഞുവോ? ഈ കാര്യത്തിന് നീ മനസ്സുവെച്ചത് എന്ത്? മനുഷ്യരോടല്ല, ദൈവത്തോടത്രേ നീ വ്യാജം കാണിച്ചത് എന്ന് പറഞ്ഞു. ഈ വാക്ക് കേട്ടിട്ട് അനന്യാസ് വീണ് പ്രാണനെ വിട്ടു. താൻ ദൈവത്തിന് കൊടുക്കേണ്ടത് കൊടുക്കാതെ സ്വാർത്ഥതയോടുകൂടി സ്വയം കാര്യസാധ്യത്തിനു വേണ്ടി അത് ഉപേക്ഷയായി കണ്ടപ്പോൾ പ്രാണനെ നഷ്ടമാക്കി. ഭയപ്പെടുത്താൻ ശ്രമിക്കുകയല്ല, എന്നാൽ ദൈവത്തിന് കൊടുക്കുന്ന വിഷയത്തിൽ ദയവ് ചെയ്ത് നിങ്ങൾ ഉപേക്ഷ വിചാരിക്കാൻ പാടില്ല. കൊടുക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊടുക്കുവാനായിട്ട് ശ്രമിക്കുക. അധികമായ അനുഗ്രഹത്തെ പ്രാപിച്ചെടുക്കുക. ആദിമസഭ രക്ഷിക്കപ്പെട്ട സഭയായിരുന്നു. സ്നാനപ്പെട്ടതായ സഭയായിരുന്നു. വചനത്തിന് വില കൊടുത്ത സഭയായിരുന്നു. സഭയായി കൂടി വരുന്നവർ ആയിരുന്നു. അവർ അപ്പം നുറുക്കുന്നതിലും പ്രാർത്ഥന കഴിക്കുന്നതിലും ഉപേക്ഷ വിചാരിക്കാതെ അച്ചടക്കം പാലിച്ചിരുന്ന സഭയായിരുന്നു. ഉണ്ടായിരുന്നത് മറ്റുള്ളവർക്ക് പങ്കുവെച്ചു കൊടുക്കുന്ന സഭയായിരുന്നു. ഈ അത്ഭുതകരമായ സ്വഭാവം നമ്മുടെ ജീവിതത്തിലും ഉണ്ടെങ്കിൽ നമുക്ക് കർത്തൃമേശയിൽ പങ്കെടുക്കുവാൻ കഴിയുന്നതാണ്. പരിശുദ്ധനായ പിതാവേ, ഈ വചനത്തിൽ കൂടി വളരെ വ്യക്തമായിട്ട് നീ ഞങ്ങളെ അറിയിച്ചതായ ശ്രേഷ്ഠമായ ഈ സത്യങ്ങളെ കർത്താവ് ഞങ്ങൾ മറന്നുപോകാതെ അനുസരണയോടെ താഴ്മയോടെ നിന്റെ വചനത്തെ കൈക്കൊണ്ടുകൊണ്ട് രക്ഷിക്കപ്പെട്ടവരായ ഞങ്ങൾ, സ്നാനപ്പെട്ടവരായ ഞങ്ങൾ കർത്താവെ ഇന്നു മുതൽ വചനം ധ്യാനിക്കുന്ന ഉപേക്ഷയെ കാണാതെ സഭയായി കൂടി വരുന്നതിൽ മടി കാണിക്കാതെ കർത്തൃമേശയിൽ പങ്കെടുക്കുന്ന വിഷയത്തിൽ, പ്രാർത്ഥനയിൽ പങ്കുകൊള്ളുന്നതായ വിഷയത്തിൽ, കൂട്ടായ്മ ആചരിക്കുന്ന വിഷയത്തിൽ, അതുപോലെ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നന്മകളിൽ കുറച്ച് സഭയുടെ നന്മയ്ക്കു വേണ്ടി, സുവിശേഷത്തിൻ്റെ വളർച്ചയ്ക്കു വേണ്ടി കൊടുക്കുന്ന വിഷയത്തിൽ ഉപേക്ഷ കാണിക്കാതിരിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. കർത്താവെ, ഒരു ബോട്ടിൽ വെള്ളം കൊടുത്തതിന് പകരമായിട്ട് 9,00,000 രൂപയുടെ ഓപ്പറേഷൻ ഫ്രീ ആയിട്ട് നടത്തി തന്നുവല്ലോ. കർത്താവെ, അങ്ങനെയെങ്കിൽ നിന്റെ വചനമനുസരിച്ച് നിന്റെ നാമത്തിനായി ഞങ്ങൾ നൽകിയാൽ നീ ഞങ്ങളെ ഇനിയും എത്ര അനുഗ്രഹിക്കാനിടയാകും. എത്രയോ നീ ഞങ്ങൾക്ക് സമൃദ്ധി നൽകാനിടയാകും. കർത്താവെ, ആ അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ സഭയിലെ സകല മക്കൾക്കും
ലഭിക്കുവാൻ സഹായിക്കണമേ. ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിന്നെ സേവിച്ചുകൊണ്ട് നിനക്ക് വേണ്ടി ജീവിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ. Address Calvary, Post Box number 30, Kukatpalli, Hyderabad 72.